മഹാകവി വൈലോപ്പിള്ളിയുടെ വളരെ പ്രസിദ്ധമായ കവിതയാണ് കുടിയൊഴിക്കൽ. ആ കുടിയൊഴിക്കൽ എന്ന കവിതയിൽ കഥാനായകൻ അല്ലെങ്കിൽ കവിതയിലെ നായകൻ എന്ന് പറയുന്ന ഒരു മധ്യവർഗ കവിയാണ്, മധ്യവർഗക്കാരനാണ്. അയാൾ ഏറ്റവും ഒരു ദരിദ്രയായ ദളിതയായ കർഷക തൊഴിലാളി കുടുംബത്തിലെ അംഗമായ ഒരു പെൺകുട്ടിയെ പ്രേമിച്ച് വഞ്ചിക്കുന്നതാണ് ഏതാണ്ട് അതിൻ്റെ ഒരു കഥ. അവരെ കുടിയിറക്കും, അവൻ്റെ അച്ഛൻ മദ്യപിക്കുമ്പോൾ അതിന് അങ്ങനെയൊക്കെയുള്ള സംഭവമാണ്. പക്ഷെ അതിലൊരു വരിയുണ്ട്, ചെറ്റ ഞാൻ എന്ന്. അത് ചെറ്റ എന്ന വാക്ക് ഞാൻ അത്ര എന്താ പറയുക മോശപ്പെട്ട, അവളൊരു ചെറ്റക്കുടിൽ ജീവിക്കുന്ന സ്ത്രീയാണ് എന്ന അർത്ഥത്തിൽ. ആ അർത്ഥത്തിൽ അദ്ദേഹം അവസാനം പറയുന്നത് കഷ്ടം, ഞാൻ എങ്ങനെ കണ്ണാടി നോക്കും എന്നാണ്. അവളെ ചെറ്റാന്ന് വിളിച്ചാൽ ഞാൻ പിന്നെ കണ്ണാടി നോക്കാൻ പറ്റില്ല. അപ്പോ ഈ ചെറ്റ എന്നുള്ള വാക്കിന് ഇനിയിപ്പോ ആധുനിക ഇടതുപക്ഷ ദാർശനിക എന്താ പറയുക ഭാഷാശാസ്ത്ര വിദഗ്ധരൊക്കെ എന്ത് വ്യാഖ്യാനം കൊണ്ടിരുന്ന് എനിക്കറിയില്ല. ചെറ്റ എന്ന വാക്കിന് കൃത്യമായ ഒരർത്ഥമുണ്ട്. ആ വാക്ക് വളരെ മോശമായൊരു സംഗതി. ഇപ്പൊ ചെറ്റത്തരം, നീ ഒരു ചെറ്റയാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ സിനിമകളിലും നാടകങ്ങളിലും സാഹിത്യത്തിലും ഒക്കെ വന്നിട്ടുണ്ട്. അതിനൊരു അർത്ഥമേ ഉള്ളൂ, നീ കൊള്ളരുതാത്തവനാണ് എന്ന് തന്നെയാണ്. കൊള്ളരുതാത്ത തരം രാഷ്ട്രീയം, കൊള്ളരുതാത്ത തരം സാംസ്കാരിക പാരമ്പര്യം, ശീലങ്ങൾ ഉള്ള ആളുകളെയാണ് ചെറ്റത്തരം എന്ന് പറയുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ ചാനലിൽ 63 കൊല്ലം പാർട്ടിയിൽ നിൽക്കുകയും അതിൽ തന്നെ പാർട്ടിക്കകത്ത സംഘർഷത്തിൽ VS അച്യുതാനന്ദനെതിരായി ഏറ്റവും ശക്തമായ പടവാളായി തൻ്റെ കൂടെ നിൽക്കുകയും ചെയ്ത G സുധാകരൻ എന്ന കമ്മ്യൂണിസ്റ്റിനെ ചെറ്റത്തരം എന്നാണ് വിളിച്ചത്. ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിന്റെ മുമ്പിലുണ്ട്. ഒന്ന്, G സുധാകരനെ പോലെ ഒരാളെ ചെറ്റത്തരം എന്ന് പറയാമോ എന്നുള്ളത്, അത് മോശാർത്ഥത്തിലാണല്ലോ പറയുന്നത്, ആ വാക്കിന്റെ കാര്യമല്ല. പറയാമോ എന്നതാണ് ചോദ്യം. അദ്ദേഹം 63 കൊല്ലം കമ്മ്യൂണിസ്റ്റ് ആയിരുന്ന ഒരാളെ ഒരു രാത്രി ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് തള്ളിപ്പറയുന്ന രീതി, ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എല്ലാ കാലത്തും ശീലിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല. പക്ഷേ അത് മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയമാണ്. മറ്റൊന്ന്, ചെറ്റത്തരം ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? മുഖ്യമന്ത്രി ചെറ്റത്തരം എന്ന് പറഞ്ഞാൽ അത് ചെറ്റ കുടിലിൽ ജീവിക്കുന്ന ആളുകളുടെ ജീവിത ശൈലിയാണ്, സംസ്കാരമാണ്. ചെറ്റക്കുടിലിൽ ജീവിക്കുന്നവരൊക്കെ കള്ളന്മാരാണ്, കൊള്ളക്കാരാണ്, മദ്യപന്മാരാണ്, അസാൻമാർഗികളാണ്, സാംസ്കാരിക വിരുദ്ധരാണ്. അതുകൊണ്ട് ചെറ്റത്തരം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതുതന്നെയാണ്. അങ്ങനെയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നതരായ നേതാക്കൾ, സഖാവ് EMS-ഉം AKG-യും അടക്കമുള്ള ആളുകൾ അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അപകടകരമായ കാലത്ത് ജീവിച്ചത് ചെറ്റകളിലാണ് എന്ന് മുഖ്യമന്ത്രി മറന്നുപോയി. EMS-ന്റെ ഒക്കെ ആത്മകഥയുണ്ട്. ഒരു വീടിന്റെ ചെറ്റപ്പുരയുടെ വീടിന്റെ മുകളിൽ തട്ടിൽ ജീവിക്കുകയും അവിടെ അടുപ്പ് കൂട്ടാൻ കഴിയാത്തതുകൊണ്ട് അടുപ്പ് പുറത്തു കൂട്ടുകയും ചെയ്തവരെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ചെറുകാടിന്റെ കഥകളിലൊക്കെ ഉണ്ട്. ഇപ്പൊ മുഖ്യമന്ത്രിക്ക് അവരോട് പരമപുച്ഛമാണ് എന്നാണ് ഇപ്പൊ ഇതിന്റെ അർത്ഥം. ചെറ്റക്കൂടിൽ ജീവിച്ചവൻ, ചെറ്റത്തരം ചെയ്യുന്നവൻ കൊള്ളരുതാത്തവനാണെന്ന. അങ്ങനെ തോന്നുന്നതിന് കാര്യം എന്താ? അങ്ങനെ തോന്നുന്ന കാര്യം വളരെ ക്ലിയറാണ്. എന്താ വെച്ചാൽ ചെറ്റത്തരം ചെയ്യുന്നവൻ ആണ് സുധാകരൻ, ദരിദ്രരായ ചെറ്റക്കുടിൽ ജീവിക്കുന്ന ആളുകൾ. ഒന്നാമത്തെ കാര്യം, ചെറ്റക്കുടിൽ ജീവിക്കുന്ന ആളുകൾ അവർ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്നതാണോ? അപ്പൊ ചേരി നിവാസികളെ കുറിച്ച് പറയാറുണ്ട്, അവൻ ആ ചേരിയിൽ ജീവിക്കുന്നവന്, അല്ലെങ്കിൽ കോളനിയിൽ ജീവിക്കുന്നവൻ. ഇപ്പൊ കോളനിക്ക് വേറെ അർത്ഥം വന്നിട്ടുണ്ടെങ്കിൽ പോലും കോളനിയിൽ ജീവിക്കുന്നവന്, ചേരിയിൽ ജീവിക്കുന്നവനാ, നമുക്കൊന്നും അവിടെ പോകാൻ പറ്റില്ല എന്ന് പറയുന്ന സവർണ സമ്പന്ന മനസ്സാണ് മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരിക്കുന്നത്. ആണ് പ്രശ്നം. അദ്ദേഹം എങ്ങനെ ജീവിച്ചു, അദ്ദേഹത്തിന്റെ ചെറുപ്പകാലം ഇങ്ങനെയായിരുന്നു എന്നൊന്നും ഇപ്പോൾ പ്രസക്തമല്ല. അദ്ദേഹം അതിലേക്ക് മതം മാറ്റപ്പെട്ടിരിക്കുന്നു. ഒരു സവർണ സമ്പന്ന മനസ്സിലേക്ക് മതം മാറ്റപ്പെട്ടിരിക്കുന്നു. അങ്ങനെ സവർണ സമ്പന്ന മനസ്സിലേക്ക് മതം മാറ്റപ്പെട്ട മുഖ്യമന്ത്രി ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മുതലാളിമാരുമായി ചങ്ങാത്തമുള്ള, അദ്ദേഹത്തിന്റെ ഒരു മന്ത്രിയാണല്ലോ പറഞ്ഞ അദാനി ഈസ് അവർ പാർട്ട്ണർ. അദാനി പാർട്ട്ണർ ആവുമ്പോൾ ഈ രാജ്യത്തെ ഏറ്റവും വലിയ ജാതി മതരാഷ്ട്രീയം, വംശീയ വർഗീയ രാഷ്ട്രീയം പറയുന്ന
വെള്ളാപ്പള്ളി നടേശൻ ഗുരുവാകുമ്പോൾ ഇവിടുത്തെ കുത്തക മുതലാളിമാർ അദ്ദേഹത്തിന്റെ പാർട്ട്നേഴ്സ് ആവുമ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം മാറിയേ പറ്റൂ. അത് സവർണന്റെ രാഷ്ട്രീയമാണ്, അത് സമ്പന്നന്റെ രാഷ്ട്രീയമാണ്. ചെറ്റയിൽ ജീവിക്കുന്നവർ നികൃഷ്ട ജീവികളാണ്. മുമ്പ് അദ്ദേഹം ഒരു മതപുരോഹിതനെ കുറിച്ചാണ് അത് പറഞ്ഞത്. അപ്പൊ നികൃഷ്ട ജീവികളുടെ സംസ്കാരമാണ് സഖാവ് ജി സുധാകരൻ ഉള്ളത് എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നത്. ഇത് സാധാരണ നമ്മളിങ്ങനെ പ്രസംഗിക്കുമ്പോൾ ചില വാക്കുകളൊക്കെ വായിന്ന് അറിയാതെ വീണുപോകും. അങ്ങനെ വീണുപോയതല്ല, വളരെ പ്ലാൻ ചെയ്ത ഒരു ഇന്റർവ്യൂ ആണ്. രാഷ്ട്രീയ നേതാക്കളെ തുടർച്ചയായി ഇന്റർവ്യൂ ചെയ്യുന്ന ചാനലുകളൊക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും BJP നേതാവിനെയും ഒക്കെ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. വളരെ പ്ലാൻഡായി ഓർഗനൈസ്ഡ് ആയി എടുത്തൊരു ഇന്റർവ്യൂ ആണ്. എനിക്ക് അറിയാം, അദ്ദേഹത്തിനോട് മുൻകൂർ ചോദ്യം ചോദിച്ച് ഉത്തരം തയ്യാറാക്കി വരുന്ന ഒരാളാണ് മുഖ്യമന്ത്രി. അല്ലാതെ ഓഫ് ദ ഹാൻഡ് ഒന്നും അദ്ദേഹം ഒരു മറുപടിയും പറയില്ല. അപ്പൊ എന്ന് പറഞ്ഞാൽ അദ്ദേഹം തീരുമാനിച്ചുറച്ചിട്ടാണ് ചെറ്റത്തരം എന്ന വാക്ക് ഉപയോഗിച്ചത്. ഇപ്പൊ അദ്ദേഹത്തിന് അറിയാതെ വന്നു പോയതാണെങ്കിൽ ആ ക്യാമറ ചാനലിനോട് പറയാലോ, അതൊന്നും മാറ്റിയാക്കണം, എനിക്കതിനോട് താല്പര്യമില്ല. അല്ല, അദ്ദേഹത്തിനത് താല്പര്യമുണ്ട്. ചെറ്റത്തരം എന്ന് തന്നെ പറയണമെന്ന് മുഖ്യമന്ത്രിക്ക് താല്പര്യമുണ്ട്. അത് മോശമാണ് ചെറ്റത്തരം എന്ന് അദ്ദേഹത്തിന് അറിയാം. ചെറ്റ പൊക്കി, ചെറ്റ നമ്മുടെ ഭാഷയിൽ അതിന് ഇവിടുത്തെ സവർണ സമ്പന്ന സമൂഹം കൊടുക്കുന്ന അർത്ഥം വച്ച് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അല്ലാതെ ജി സുധാകരൻ നല്ല ആളാന്നുള്ള അർത്ഥത്തിലല്ലോ, ദരിദ്രനാന്നുള്ള അർത്ഥത്തിലല്ലോ, സാംസ്കാരികമായി രാഷ്ട്രീയമായി വളരെ മോശപ്പെട്ട മനുഷ്യനാണെന്നല്ലേ വാക്കിനർത്ഥം. അല്ലെങ്കിൽ അദ്ദേഹം പറയട്ടെ, അല്ല ഞാൻ സുധാകരനെ കുറിച്ച് അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, വളരെ നല്ല മനുഷ്യനാണ്, സഖാവാണ്. അല്ലെങ്കിൽ ഇപ്പൊ രാഷ്ട്രീയമായി അങ്ങനെ പറയാലോ, ഇപ്പൊ ഞങ്ങൾക്ക് രാഷ്ട്രീയമായി അഭിപ്രായ വ്യത്യാസമുണ്ട്, അദ്ദേഹം രാഷ്ട്രീയമായി മറുവശത്തേക്ക് പോയി, അങ്ങനെ പറയാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുണ്ടല്ലോ ആളുകൾ, അത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. അപ്പൊ ഈ ചെറ്റത്തരം എന്ന പ്രയോഗം മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരർത്ഥമേ ഉള്ളൂ, മുഖ്യമന്ത്രി മാറിയിരിക്കുന്നു. പണ്ട് പരനാറി എന്നൊരു പ്രയോഗം അദ്ദേഹം നടത്തിയിട്ട് അത് എതിർപക്ഷത്തിന് വലിയ ഗുണമായി. പ്രേമചന്ദ്രൻ RSPയുടെ സ്ഥാനാർത്ഥിയായി കൊല്ലത്ത് മത്സരിക്കുമ്പോൾ കൊല്ലത്ത് അദ്ദേഹത്തിനെതിരായി വന്ന് പ്രസംഗിച്ചത് പരനാറിയാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി എന്ന്. അതുപോലെ ഞാൻ കണക്കാക്കുന്നത് ചെറ്റത്തരം എന്ന വാക്ക് മുഖ്യമന്ത്രി ജി സുധാകരനെതിരെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ജി സുധാകരനും കേരളത്തിലെ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന മനുഷ്യർക്കുമുള്ള ഒരു ആവേശമാണ്. എന്താ കാര്യം? ചെറ്റത്തരം പരനാറി എന്ന് പറയുന്നത് പോലെ തന്നെ ചെറ്റത്തരം എന്ന വാക്ക് ഇനി കേരളത്തിൽ വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കപ്പെടാൻ പോവുകയാണ്. ആരാണ് ചെറ്റ? എന്താണ് ചെറ്റത്തരം? എങ്ങനെയാണ് ചെറ്റത്തരത്തെ മുഖ്യമന്ത്രി കാണുന്നത്? ഇടതുപക്ഷ മുഖ്യമന്ത്രി അദ്ദേഹം എന്നല്ലേ പറയണേ. ഇതെങ്ങനെ ഇടതുപക്ഷം ആവണേ? ചെറ്റത്തരം മോശകാര്യമാണെങ്കിൽ, ചെറ്റ മോശമാണെങ്കിൽ, ചെറ്റകളുടെ സംസ്കാരം മോശമാണെങ്കിൽ അദ്ദേഹം ഇടതുപക്ഷ രാഷ്ട്രീയം ഇനി കൈകാര്യം ചെയ്യാൻ പറ്റില്ല. ആ രാഷ്ട്രീയമല്ല അദ്ദേഹം കൈകാര്യം ചെയ്യുന്നതെന്ന് തുറന്നു പറയുകയാണ്. ഇവിടുത്തെ സവർണ സമ്പന്ന വിഭാഗങ്ങളോട് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ ഭാഷ ഉപയോഗിക്കുന്നു. ഈ ഭാഷ എന്ന് പറയുന്നത് മനുഷ്യന്റെ സംസ്കാരവുമായി നേരിട്ട് ബന്ധപ്പെട്ടതാണ്. ഞാനൊരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സംസ്കാരം ആ വാക്കിലൂടെ പുറത്തേക്ക് വരുന്നത്. അപ്പൊ ബോധപൂർവം ജി സുധാകരനെ ചെറ്റത്തരം എന്ന് പറഞ്ഞുവെങ്കിൽ മുഖ്യമന്ത്രി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു, ഞാൻ ദരിദ്രന്റെ പക്ഷത്തല്ല, സമ്പന്നന്റെ പക്ഷത്താണ്, സവർണന്റെ പക്ഷത്താണ്. ഈ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വോട്ട് കിട്ടി മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരാം എന്നൊക്കെയാണ് അദ്ദേഹം കണക്കാക്കുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നല്ലതാ മുഖ്യമന്ത്രി. ഈ പറഞ്ഞത് വളരെ ശരിയായി. ഈ രാജ്യത്തെ സവർണന്റെയും സമ്പന്നന്റെയും വോട്ട് കിട്ടാൻ ആ സംസ്കാരത്തിലേക്ക് ഞാനിത് എത്തിയിരിക്കുന്നു, സുഹൃത്തുക്കളെ നിങ്ങളൊക്കെ എനിക്ക് വോട്ട് ചെയ്യണം എന്ന് പറയുന്നതാണ് മുഖ്യമന്ത്രി. അങ്ങനെയാണ്. അല്ല എങ്കിൽ ആ വാക്ക് പിൻവലിച്ച് പരസ്യമായി മാപ്പ് പറയാൻ മുഖ്യമന്ത്രി തയ്യാറാവണം. മമ്മൂട്ടിയോട് മാപ്പ് പറഞ്ഞല്ലോ, മമ്മൂട്ടിയുടെ അടുത്ത് പോയി മമ്മൂട്ടിയോട് ഞങ്ങൾ പറ്റിപ്പോയി, യഥാർത്ഥത്തിൽ ഒരു സഖാവിനോട് മോശമായി പെരുമാറി. കേരളത്തിലെ സാംസ്കാരിക നായകന്മാരൊക്കെ ഒറ്റയടിക്ക് ചാടി കയറി വീണ് അയ്യോ മമ്മൂട്ടി തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അതൊക്കെ തിരുത്തി എല്ലാം മാച്ച്. മമ്മൂട്ടി മഹാനാണ്, മമ്മൂട്ടി തെറി പറഞ്ഞത് ശരിയായില്ല, അല്ലെങ്കിൽ സൈബർ അറ്റാക്ക് നടത്തി ശരിയായില്ല എന്നൊക്കെ അദ്ദേഹത്തിന് പറയേണ്ടി വന്നില്ലേ?
അത്രയും മര്യാദയെങ്കിലും കേരളത്തിലെ ചെറ്റയിൽ ജീവിക്കുന്നവരോട്, ദരിദ്രരോട്, ദുർബലരോട്, താഴ്ന്ന വരുമാനം മാത്രമല്ലാത്ത ആ ജാതി ഘടനയിൽ താഴ്ത്തപ്പെട്ട് നിർത്തുന്നവരോട് മുഖ്യമന്ത്രി മാപ്പ് പറയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.